അപ്പോൾ ഇന്ന് ചെസ്സ് പഠിക്കുന്ന വീഡിയോ ആണ് എടുക്കുന്നല്ലേ. ചെസ്സ് പഠിക്കാം. അപ്പോൾ എന്തെല്ലാം ചെയ്യണം, ഓരോന്നിനും പഠിക്കണം. ഇതെന്നാ തേര്, ഇത് തേര്. അപ്പോൾ തേര് പോകുന്നത് കാണിച്ചാൽ ഇനി തേരിൻ്റെ യാത്ര ഇങ്ങനെ നേരെ പോവും, ഇങ്ങനെ നേരെ പോവും, പിന്നെ ഇങ്ങോട്ടും പോവും. അപ്പോൾ തേര് പോകുന്ന ഇത് തേര് എന്ന് മനസ്സിലായ, ഇങ്ങനെ നേരെ പോവും, അതുപോലെ ഇങ്ങോട്ടും പോവും. പിടുത്തം വരെ എന്നല്ല, ഇങ്ങുവരെ പോവും. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ കഴിയില്ല. മുമ്പിലൊന്നും ഇല്ലെങ്കിൽ ഇതുവരെ പോവാം ഉണ്ടാ. പിന്നെ എന്തെങ്കിലും ഇതിവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തള്ള ഇങ്ങനെ ഉണ്ടാ, ഇങ്ങനെ തട്ടി മാറ്റാം. അപ്പോൾ അതുവരെ ആണ് തേരിൻ്റെ യാത്ര. തേരിൻ്റെ യാത്ര മനസ്സിലായി എങ്ങനെയാണ് പോകുന്നത്? തേര് പോകുന്ന മനസ്സിലായാ? നമുക്ക് എങ്ങനെയും വെക്കാം. വിത്തമര പോകുന്ന വെച്ചാൽ ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടുന്ന് ഇവിടെ വെക്കാം, ഇവിടുന്ന് ഇവിടെ ആളൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ പോവുക. അപ്പോൾ ഇതാണ് തേര്. ഇത് നമ്മൾ കുതിര. ഏതാ? കുതിര പോകുന്നത് ശ്രദ്ധിക്കണം. കുതിരേൻ്റെ ആണ് പഠിക്കുന്ന നല്ലോണം. കുതിരേൻ്റെ ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ എണ്ണുക. 1 2 3 4 ഇങ്ങനെ എല്ല് പോലെ. ഈ 3 ഒന്ന് ഇവിടെ 1 മനസ്സിലായോ? ഒന്ന് വെച്ച് നോക്കിയാ. ഇതുപോലെ എന്ത് ചെയ്യുക, ഇങ്ങോട്ടും പോവും, ഇതുപോലെ ഇങ്ങോട്ടും പോവും. 1 2 3 4 ഉണ്ടാ. ഏത് സൈഡിലും പോവും. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന വെച്ചോ, ഇവിടെ നിൽക്കുമ്പോൾ 1 2 3 4 ഇങ്ങോട്ട് പോവും. പിന്നെ അതുപോലെ 1 2 3 4, അതുപോലെ 1 2 3 4 ഇങ്ങോട്ട് പോകുന്നുണ്ടാ. 2 3 4 അതുപോലെ അങ്ങോട്ടും പോവാം. 1 2 3 4. ഇനി ബാക്കോട്ടും പോവാം. ഇപ്പോൾ ഇവിടെയാന്ന് വെച്ചോ, ഇവിടുന്ന് ബാക്കോട്ട് എങ്ങനെ പോവാം? 1 2 3 4 ഉണ്ടാ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ബാക്കോട്ട് പോവാം. 1 2 3 4. ഇനി ഇങ്ങോട്ട് പോകുന്നു എണ്ണി നോക്കിയാ. അങ്ങനെ. അപ്പോൾ കുതിരേനെ മനസ്സിലായല്ലോ. കുതിര ബാക്കോട്ട് ഇങ്ങനെ പോവും. കുതിരക്ക് ഇങ്ങനെ കുതിര എന്ന് വരുമെന്ന് തുള്ളി വരും, തുള്ളിപ്പോവും. തുള്ളിപ്പോകുന്നതുകൊണ്ടാണ് എന്ത് വരുമെന്ന്? കുതിര. തുള്ളിപ്പോകുന്നതുകൊണ്ട് കുതിര. അപ്പോൾ കുതിരേൻ്റെ യാത്ര മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലെ എല്ലാ അക്ഷര മോഡലാണ് പോവുക. അപ്പോൾ ഇവിടെ 1 2 3 4 കുതിരേനെ മനസ്സിലായല്ലോ. ഇനി ഇത് നമ്മൾ ആന. ഇത് ആന. ആന ഇപ്പോൾ ആന വെള്ളയിലൂട്ടേ പോകും. അപ്പോൾ ആന പോകുന്ന കോണോടെ പോകും. കാരണം ആന പോകുന്നതാണ്ടാ, ഇങ്ങനെ കോണുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്ത ഉണ്ടാ. അപ്പോൾ വെള്ളയാന കറുപ്പിലേക്ക് പോവില്ല, വെള്ളയാന പോവില്ല. അതന്നെ കോണായിട്ടാണ്. ഇങ്ങനെ കോണ് കണ്ട സ്കൂളിലും പഠിക്കുന്നില്ലേ, ഇങ്ങനെ കോണ് ഇതാ, ഇങ്ങനെ കോണായിട്ട് ഇങ്ങോട്ട് പോകും. ഇപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. ഈ ആനേൻ്റെ ഒന്ന് പോയി നോക്കിയാൽ അങ്ങോട്ടാ പോകുന്നു. അങ്ങനെ പോവും, അങ്ങനെ പോവും. ഇനി ഈ ആന ഇവിടെ ഇല്ല, ആന ഇനി അങ്ങോട്ട് പോയി നോക്കിയാൽ അങ്ങോട്ട് ആടെ വരെ പോകും, അവിടെ വരെ പോകും. പിന്നെ ബാക്കോട്ടാണെങ്കിലോ ഇങ്ങോട്ട് പോകും. മനസ്സിലായില്ലേ? കോൺ മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് വെള്ളയാന പോവുക. വെള്ളാന പോവുക. ഇനി ഇത് കറുപ്പാന. ഏതാന? കറുപ്പാന പോകുന്ന നോക്കിയാൽ, ഈ വെള്ളാന പഠിച്ച പോലെ കറുപ്പാന ഒന്ന് പോയി നോക്കിയാൽ. ഇനി ബാക്കോട്ട് പോയി നോക്കിയാൽ, ഇവിടെ വെച്ചിട്ട് ബാക്കോട്ട് പോയി നോക്കിയാൽ. ബാക്കോട്ട്. ഇനി ഇങ്ങോട്ട് പോയി നോക്കിയാൽ, ഇങ്ങോട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് പോയിക്കും. അവിടെ വരുമോ? ഇവിടെ ആളില്ലേ? ഇവിടെ വരെ വരില്ല. ഇവിടെ ആളില്ലോണ്ട് അവിടെ വരെ വരില്ല. ഇതിനെ കുത്തേൻ കഴിയില്ല, നമ്മളെ സ്വന്തം അല്ലേ. കറുപ്പിനെ കുത്താൻ കഴിയില്ല. കറുപ്പിനെ വെള്ളയാ കുത്തണ്ട്. അപ്പോൾ ആനേനെ മനസ്സിലായില്ല എങ്ങനെ പോകുന്നു. അപ്പോൾ തേര് പഠിച്ച്, ആന പഠിച്ച്, കുതിര പഠിച്ച്, എല്ലാ സാധനവും ഒരുപോലെ തന്നെ. ഈ തേരിലും ഒരുപോലെ തന്നെ. തേര് എല്ലാം ഒരുപോലെ. ഇനി ഇതാണ് രാജാവ്. ഇത് മന്ത്രി. റാണി എന്ന് ചില പറയും, മന്ത്രി എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന പോലെ പോവും.
ആന പോലെ തന്നെ പോവും, പിന്നെ തേരിനെ പോലെയും പോവും. തേരിനെ പോലെയും പോവും. ഇത് തേര് പോകുന്ന എങ്ങനെ നേരെ ഇങ്ങോട്ടും പോവില്ലേ? അപ്പോൾ അതുപോലെ ഇതിന് ഇങ്ങോട്ടും പോവാ, അതുപോലെ ഇങ്ങോട്ടും പോവാ. ഇനി കറുപ്പിലൂട്ടിയാണെങ്കിൽ ആനേനെ പോലെയും കറുപ്പിലോട്ട് പോവാ. ഇനി വെള്ളയിൽ നിൽക്കുന്നെങ്കിൽ വെള്ള ആനേനെ പോലും പോവാം. മനസ്സിലായോ? അപ്പോൾ രണ്ട് തരത്തിൽ പോകുന്നത് എങ്ങനെയാ? തേരിനെ പോലെയും പോവാ, ആനയെ പോലെയും പോവാ. തേരിനെ പോലെയും പോവാ, ആനയെ പോലെയും പോവാം. അതാണ് എന്തിൻ്റെ പ്രത്യേകത? മന്ത്രിൻ്റെ. ഇത് മന്ത്രി അല്ലെങ്കിൽ റാണി എന്ന് പറയും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. ഇതെന്നാ? രാജാവ് അധികം പോവില്ല. ഇപ്പോൾ ഇവിടെയാ രാജാവ് എന്ന് വെച്ചോ, രാജാവ് ഒരു സ്റ്റെപ്പേ പോകും. എങ്ങനെ? ഇങ്ങോട്ട് പോവാം, ഇവിടെ നോക്ക്, ഇങ്ങോട്ട് പോകും. മനസ്സിലായോ? ഇപ്പം രാജാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കരു. ഏതാ? രാജാവാണ്. രാജാവിനെ ചെക്ക് വിളിച്ചാൽ തോറ്റി. രാജാവിനെ ചെക്ക് വിളിച്ച് മാറ്റാൻ കഴിയില്ലെങ്കിൽ തോറ്റി. ഇപ്പം രാജാവിനെ ചെക്ക് വിളിക്കാൻ എങ്ങനെ മനസ്സിൽ? ഇപ്പോൾ കുതിര കിടക്കുന്നുണ്ടാ? അവിടെ നിൽക്കുന്ന കുതിര അവിടെ നിൽക്കുന്നത്. കുതിരേനെ ഒന്നിങ്ങോട്ട് മുമ്പോട്ടാക്കി നോക്കിയാ കുതിര അങ്ങനെ പോകുന്നത് എങ്ങനെയാണ്? പെണ്ണ് അങ്ങനെയാണല്ലേ? അയ്യേ, കുതിര എന്നെ മറന്നുപോയാ? ഇപ്പം പഠിച്ചല്ലേ? 1 2 3 4 ഒന്നെണ്ണി നോക്കിയാ. 4 രാജാവിനെ കുത്തൂലേ? രാജാവിനെ കുത്തുന്നില്ലേ? അപ്പോൾ ആ രാജാവിൻ്റെ മുമ്പിൽ ഒരു കുതിര ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് വിളിക്കണം. അതാ എന്താ വിളിക്കണ്ടേ? ചെക്ക് വിളിക്കണം. ഇത് തേര്. ഇതിങ്ങനെ രാജാവിനെ കുത്തേം കണക്കായിട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ഇത് രാജാവിൻ്റെ പൊസിഷനിലേക്ക് വരുന്നതാണ്. 1 2 3 4 ഇങ്ങനെ വന്നാൽ ഇവിടെ വെച്ച കളിക്കാരൻ എന്ത് പറയും? വെള്ളേൻ്റെ കളിക്കാരൻ. ഇത് വെള്ളയും ഇത് കറുപ്പുമാണ്. വെള്ളയും കളിക്കാരൻ എന്ത് പറയും? ചെക്ക്. അപ്പോൾ രാജാവിനെ നമ്മൾ വേറെ ഇങ്ങോട്ട് മാറ്റണം. ഇനി ഇങ്ങോട്ടൊന്നും മാറിയും കഴിയുന്നില്ല. ഈടെ ഇപ്പോൾ ആളുണ്ട്, ഈടെ ആളുണ്ട്, ഇങ്ങനെ മൊത്തം ആളുണ്ട്. ഇങ്ങനെ മൊത്തം ആളുണ്ട്. ഇപ്പോൾ കുതിരയുള്ളത് ആദ്യം ഈടുന്നാന്ന് ചോദിച്ചോ. ഈടിയാലും കുതിരയുള്ളത് എവിടെയുള്ള ആടാ. അപ്പോൾ ആടെന്ന് ഇങ്ങനെ തുള്ളി വന്ന് 1 2 3 4 ഇവിടെ വന്നിട്ട് എന്ത് പറഞ്ഞ്? ചെക്ക് പറിച്ച്. ഇവിടെ വന്നിട്ട് ചെക്ക് പിടിച്ച്. അപ്പോൾ രാജാവിന് മാറ്റിയ സ്ഥലമില്ല. ഇവിടെ സ്ഥലമുണ്ട്, ഇവിടെയും കൂടി നോക്കണം. ഇങ്ങനെയുള്ളത്. ഇപ്പോൾ രാജാവിന് ഇങ്ങോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആനനെ കണ്ട? ആനയെ കാണുന്നുണ്ടോ? കൊടുത്തു ആന? അവിടെ ആനയുണ്ട്. അപ്പോൾ ആനേൻ്റെ മുമ്പിലാണ് രാജാവ് ചെന്ന് പോവുക. അപ്പോൾ ആന എങ്ങനെ വരുക? മുമ്പോട്ടിങ്ങനെ വരും. ആന മുമ്പോട്ടിങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് എന്താണ്? രാജാവിന് അവിടെ വെക്കാൻ പറ്റില്ല. രാജാവിന് പിന്നെ വേറെ സ്ഥലമില്ല. ഇങ്ങനെ വന്നാൽ കളി തോറ്റി. ഈ കറുപ്പ് ഭാഗം കളിക്കുന്ന ആൾ തോറ്റി. ഇതാണ് ഫസ്റ്റത്തെ. അപ്പോൾ ഇത് നീക്കങ്ങളും പഠിച്ചു നോക്കണം എങ്ങനെയാ പോകുന്നത്. നേരത്തെ പറഞ്ഞ ഓർമ്മ വേണ്ട. തേര് നേരനെ പോവും, ഇങ്ങോട്ട് പോവും. കുതിര പോകുന്ന ഈ പൊസിഷൻ പഠിക്കും. ഈ പൊസിഷനൊക്കെ പഠിക്കണം. എങ്ങനെയാ കുതിര പോകുന്നു, ആന പോകുന്നു, ഇതൊക്കെയാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ആദ്യം ഇതിൻ്റെ നീക്കങ്ങളെല്ലാം പഠിക്കണം. പിന്നെ പ്രധാനപ്പെട്ട സാധനം പഠിച്ചിട്ടില്ല. ഒന്ന് എന്താ? അത് ഈ പ്രധാനപ്പെട്ട സാധനം ഒന്നാണ് കാലാൾ. ഇതെന്ന് കാലാൾ എന്ന് പറയും. പടയാളിക്ക് 2 സ്റ്റെപ്പും പോവാം. തുടക്കത്തിൽ നമ്മൾ 2 സ്റ്റെപ്പ്, പിന്നെ 2 സ്റ്റെപ്പ് തന്നെ പോവാം. 1 സ്റ്റെപ്പും വെക്കാം. 2 സ്റ്റെപ്പ് ഇങ്ങനെ വെക്കാം. അങ്ങനെ വെച്ച് നോക്കിയാൽ 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പായി പോയി. ഇങ്ങനെ എണ്ണീറ്റ് വെക്കുക. 1 2. ആദ്യം 2 വെക്കൽ. തുടങ്ങൽ ആദ്യ കാലം 2 വെക്കും. തുടങ്ങുമ്പോൾ 2 വെക്കും. 2 വെക്കണമെന്നില്ല. ചിലപ്പോൾ 1 വെക്കാം, 2 വെക്കാം,
ഒന്നും വെക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പ്രാഥമികമായിട്ട് ആദ്യമായിട്ട് പഠിക്കേണ്ട ജസ്റ്റിൽ കരുക്കളിൽ എങ്ങനെ കരുക്കൾ പോകും, എങ്ങനെ കരുക്കൾ പോകും. അപ്പോൾ അത് പഠിച്ചാലാണ് ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക. ഇത് പഠിച്ചാലാണ് ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക.